പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ചപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 3-ാം മാസത്തിൻ്റെ 10-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. 147-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. ബാബേൽ പ്രവാസം കഴിഞ്ഞ് ഇസ്രായേൽ ജനം വളരെ സന്തോഷത്തോടുകൂടെയാണ് സ്വന്തം ദേശത്ത് മടങ്ങി വന്നത്. ഒരു ഭാഗത്ത് ബാഹ്യശക്തികളുടെ അടിച്ചമർത്തലിൽ നിന്നും മോചനം ലഭിച്ചുവെങ്കിലും വളരെ ദുരിതങ്ങളുടെയും നടുവിലാണ് അവർ എത്തിപ്പെട്ടത്. പലർക്കും തങ്ങളുടെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടിരുന്നു. മടങ്ങി വന്ന ജനത്തിന് കയറിക്കിടക്കുവാൻ വീടുകളോ ഉപജീവനത്തിന് മറ്റു മാർഗങ്ങളോ ഇല്ല. അടിമവേല നിമിത്തം ആരോഗ്യം കുറഞ്ഞ് ക്ഷീണിച്ചവരായിട്ടാണ് അവർ മടങ്ങി വന്നത്. ദൈവത്തെ ആരാധിക്കുവാൻ ഒരു ആലയവും അവർക്കില്ല. ചാരം മൂടിയ തീക്കനൽ കിടക്കുന്നത് പോലെ നീറുന്ന നിരവധി വിഷയങ്ങളുമായിട്ടാണ് ആ ജനം സ്വന്തം ദേശത്തിലേക്ക് മടങ്ങി വന്നത്. തുടർന്ന് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ദൈവം അങ്ങനെ മറുപടി കൊടുക്കുന്നു എന്ന് അവൻ ഇന്നും എന്നും ലോകരാജ്യങ്ങൾക്ക് പോലും അതിശയവും അത്ഭുതവും തന്നെയാണ് ഇസ്രായേൽ ജനം. ഈ ഭൂമിയിൽ ഇസ്രായേൽ ജനം അനുഭവിച്ചതുപോലെ കഷ്ടം മറ്റൊരു രാജ്യവും മനുഷ്യനും അനുഭവിച്ചിട്ടില്ല. വിവിധ കാരണങ്ങളാൽ അവരുടെ മനസ്സ് തകരുകയും ഹൃദയം മുറിപ്പെടുകയും ചെയ്യാം. മറ്റുള്ളവർക്ക് ആർക്കും ഒരാളുടെ ഹൃദയത്തിൻ്റെ നില എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ആരുടെയും മനസ്സും അതിൻ്റെ ചിന്തകളും ഹൃദയവും അതിൻ്റെ യഥാർത്ഥ നിലയും അറിയുവാൻ ഒരുവനുണ്ടെങ്കിൽ അത് ദൈവം മാത്രമാണ്. ഒരാളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ബാധിക്കണമെന്നില്ല. എന്നാൽ ഹൃദയത്തിലുണ്ടാകുന്ന മുറിവുകളും വേദനകളും ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതാണ്. നീറുന്ന പ്രശ്നങ്ങളിൽ നിന്നും മാറാത്ത രോഗങ്ങളിൽ നിന്നും എത്ര ശ്രമിച്ചിട്ടും മോചനം പ്രാപിക്കുവാൻ കഴിയാതെ അനേകരും ഹൃദയനുറുക്കത്തോടെ ആയിരിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം അവരുടെ പാപങ്ങളാണെന്ന് ദൈവവചനം പറയുന്നു. മദ്യപാനികളുടെ കുടുംബത്തിൽ യാതൊരു സമാധാനവും ഒരിക്കലും ഉണ്ടാകുകയില്ല. ഭവനത്തിൽ പ്രശ്നങ്ങൾ കൂടുന്നതിനനുസരിച്ച് അവർ വീണ്ടും മദ്യപാനത്തിലേക്ക് തിരിയുകയും അതിനനുസരിച്ച് പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയും ചെയ്യും. മദ്യപാനികൾ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്നും വചനം പറയുന്നു. ആകയാൽ തങ്ങളുടെ മുറിവിന് പരിഹാരമുണ്ടാക്കുവാൻ മദ്യപാനത്തിൽ നിന്നും മോചനം പ്രാപിച്ചേ മതിയാകൂ. സദൃശവാക്യം 23 പറയുന്നു, ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം, ആർക്ക് ആവലാതി, ആർക്ക് അനാവശ്യമായ മുറിവുകൾ, ആർക്ക് കൺചുവപ്പ്. വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വൈഹിക്കുന്നവർക്കും മദ്യം രുചിച്ചു നോക്കുവാൻ പോകുന്നവർക്കും തന്നെ ഒടുക്കമത് സർപ്പം പോലെ കടിക്കും, അണനി പോലെ കൊത്തും. ദൈവകൃപയുള്ള ശുശ്രൂഷകന്മാർ ചെയ്യുന്ന ശുശ്രൂഷ കണ്ടിട്ട് വിളിയും തിരഞ്ഞെടുപ്പും വിശുദ്ധ ജീവിതവും ഇല്ലാത്തവർ അതുപോലെ അനുകരിക്കുവാൻ തുനിഞ്ഞാൽ മുറിവുകൾ ഉണ്ടാകും എന്നതിന് സംശയമില്ല. ഇന്ന് ഈ നിലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ശരീരത്തിൽ മുറിവുകൾ ഒന്നുമില്ലെങ്കിലും തങ്ങളുടെ സ്വസ്ഥതയെ ഹനിക്കുന്ന നിരവധി മുറിവുകളിൽ കൂടെ അവർ കടന്നു പോകുന്നു. ദൈവം വിളിച്ചിട്ടുണ്ടെന്നും തങ്ങളെ ശുശ്രൂഷകൾ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും ഉത്തമ ബോധ്യമുള്ളവർ മാത്രമേ ഈ പണിക്ക് ഇറങ്ങാവൂ. ആരാധനയുടെയും ദൈവ സാന്നിധ്യത്തിൻ്റെയും ഇടമായ യെരുശലേമിൽ നിന്നും ലൗകിക സുഖങ്ങളുടെ പട്ടണമായ യെരിഹോവിലേക്ക് ഒരുവൻ യാത്ര തിരിച്ചു. എന്നാൽ അവന് മുറിവുകളുണ്ടായി. ഹല്ലേലൂയ. ഈ നാളുകളിൽ
അവൻ എരിഹോവെന്ന പട്ടണങ്ങളിലേക്ക് തിരിയുന്നവർ, പാപത്തിൻ്റെ പട്ടണങ്ങളിലേക്ക് തിരിയുന്നവർ, പാപത്തിൻ്റെ ജീവിതങ്ങളിൽ പാപത്തിൻ്റെ സ്വഭാവങ്ങളിലേക്ക് തിരിയുന്നവർക്ക് മുറിവുകൾ ഉണ്ടാകും. അതിന് സംശയം വേണ്ട. ഇസ്രായേലിനെ സഹായിക്കുകയും അവരെ താങ്ങുകയും ചെയ്യുന്ന ജാതികൾക്ക് ഭാവി കാലത്ത് കഠിനമായ മുറിവുകൾ ഉണ്ടാകുമെന്നും പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. പ്രിയ ദൈവവൈതലേ, നമ്മുടെ മനം തകരുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കുവാൻ ദൈവം നമ്മുടെ സമീപേ കടന്നു വരുമെന്ന് സ്തോത്രം വചനം ഉറപ്പ് തരുന്നു. ദൈവം നമ്മെ ദുഃഖിപ്പിച്ചാലും തൻ്റെ കരുണയാൽ നമ്മെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. തൻ്റെ ദയയാൽ നമ്മെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ദൈവം നമ്മുടെ തകർന്ന ഹൃദയത്തെ സൗഖ്യമാക്കുകയും അവിടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് നടത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. ആകയാൽ നമ്മുടെ മനം തകരുമ്പോഴും ഉള്ളം നുറുങ്ങുമ്പോഴും നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലാം. ക്രിസ്തുവിൻ്റെ ഈ വാക്കുകൾ നമുക്ക് എന്നും ആശ്വാസമായിരിക്കും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. നമ്മുടെ തകർന്ന മനസ്സിനെ സൗഖ്യമാക്കുകയും നമ്മുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്ന ദൈവത്തിൽ നമുക്ക് ഈ പ്രഭാതം ആശ്രയിക്കാം. അതിനായി ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ, സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവസന്നിധി നമുക്കായിരിക്കാം. നമ്മുടെ കണ്ണുകളെ ദിവസം അടയ്ക്കാമോ? നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ആമേൻ. തിരുവചനം പറയുന്നു, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. ആമേൻ. മുറിവുകളെ കെട്ടുകയും മനം തകർന്നവരെ തിരിച്ചറിയുകയും ചെയ്യണമെങ്കിൽ നാം ദൈവ പൈതലായി വിശുദ്ധിയോടെ, വേർപാടോടെ, വിശ്വസ്തയോടുകൂടെ നാം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ മാത്രമേ നമ്മുടെ മനം തകർന്നത് കർത്താവിന് നമ്മുടെ മനം തകരുന്നതിനെ സൗഖ്യമാക്കുവാൻ കഴിയത്തുള്ളൂ. നമ്മുടെ മുറിവുകളെ കെട്ടുവാൻ കഴിയണമെങ്കിൽ നാം ദൈവ കരങ്ങളിൽ ആയിരിക്കണം. ആകയാൽ നമ്മൾ പ്രാർത്ഥനയോടുകൂടെ ഈ നാളുകളിൽ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മുടെ മനം തകർന്ന അനുഭവങ്ങളിൽ നിന്നും നമ്മെ സൗഖ്യമാക്കുകയും നമ്മുടെ മുറിവുകളെ കെട്ടുകയും നമ്മെ ആശ്വസിപ്പിക്കും, നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടികളെ നൽകുകയും ചെയ്യും. സംശയം വേണ്ട. ഒരു നിമിഷം കൂടെ വിശ്വാസത്തോടെ കണ്ണുകളടയ്ക്കാമോ? പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഈ 3-ാം മാസത്തിൻ്റെ 10ാമത്തെ പ്രഭാതത്തിലും ദൈവസ്ഥന് ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ കർത്താവ് തന്ന എല്ലാ ഭാഗ്യങ്ങൾക്കായി സ്തോത്രം. ദൂരത്തും ചാരുത്വമായിരുന്നു കൊണ്ട് ഈ കർത്താവ് വചനം ശ്രവിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും ദൈവദാസന്മാരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായി എത്രയോ പ്രിയപ്പെട്ടവർ കർത്താവെ മനം തകർന്നായിരിക്കുന്നു. ശരീരങ്ങളിൽ മുറിവ് ഏറ്റവർ എത്രയോ പേർ ഹോസ്പിറ്റലിലായിരിക്കുന്നു. കർത്താവെ, പ്രിയപ്പെട്ടവരുടെ വേർപാടുകളിൽ സ്തോത്രം. ഹല്ലേലൂയ. തലമുറകളുടെ വേർപാടുകൾ, മാതാപിതാക്കളുടെ വേർപാടുകൾ, സഹോദരങ്ങളുടെ വേർപാടുകൾ, എത്ര വേർപാടിൻ്റെ ദുഃഖങ്ങളിൽ ഇന്ന് പ്രഭാതം ലോകം വേദനയോടുകൂടെ ആയിരിക്കുമ്പോൾ ആശ്വസിപ്പിക്കുന്ന ദൈവകരം ഇന്ന് പകൽക്കാലം അവരെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും സമാധാനവും പകരണം. സ്വർഗം അത്ഭുതം ചെയ്യും, മഹത്വം എടുക്കും. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.